നീറ്റ് 2025 പരീക്ഷ കഴിഞ്ഞ് കുട്ടികളെ വിളിച്ചിട്ടുള്ളൊരു ഗ്യാതറിംഗ് ആണ് ഇപ്പോൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ടഫായിട്ടുള്ള ടൈമിൽ ഒരിക്കലും ഒരു ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോകരുത്. അതിനെ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു സെഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നീറ്റ് 2025 ഈസി ആയിരുന്നോ ഡിഫിക്കൽട്ട് ആയിരുന്നോ? വിചാരിച്ചോന്നല്ലേ വന്ന് നല്ല ടഫായി. ഫിസിക്സ് ഒക്കെ അത്യാവശ്യം നല്ല ടഫായി. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. NCERT നന്നായി ലൈൻ ബൈ ലൈന് പഠിച്ച് അതിൻ്റെ ബാക്കിൽ പ്രോബ്ലം ചെയ്ത ഒരു കുട്ടിക്കും കെമിസ്ട്രിയിൽ 45 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യൻ വരെ ഞാൻ 100% ഗ്യാരണ്ടിയാണ്. ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം ചോദിച്ചത്. ഇപ്പോൾ ഇവിടെയുള്ള കുറേ പേര് സാർ എനിക്ക് 400 സംതിങ് ഉള്ളൂ അല്ലേ, എന്തൊക്കെ കരച്ചില കഴിഞ്ഞ് കുറച്ച് ദിവസം കരഞ്ഞേ, അതിനൊന്നും ആവശ്യമില്ല, കരയാനായിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യും, നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും.